കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്ക് ഓഫീസിലെ ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രൻ. അദ്ദേഹമാണ് വലിയൊരു വിവാദപരമായ ഒരു ഒരു ഫേസ്ബുക്ക് കമന്റ് ഇടുന്നു. തൊട്ടടുത്ത നിമിഷം വാർത്താ മാധ്യമങ്ങൾ എല്ലാവരും പവിത്രനെ എയറിൽ കയറ്റുന്നു. പറഞ്ഞ തോന്നിയവാസത്തിന് നാട്ടുകാർ എന്തായാലും പറഞ്ഞതിന് മറുപടിയായി കണക്കിന് കൊടുത്തിട്ടുണ്ട്. ഫേസ്ബുക്കിലെ ആ കമന്റൊക്കെ ഡിലീറ്റ് ചെയ്തെങ്കിലും സ്ക്രീൻഷോട്ടുകൾ എടുക്കാനുള്ള സ്മാർട്ട് ഫോണുകൾ ആയതുകൊണ്ട് തന്നെ കമന്റുകൾ എല്ലായിടത്തും എത്തി. ഇങ്ങനെ നാട് നടുങ്ങി നിൽക്കുന്നൊരു സമയത്ത് നമ്മുടെ നാട്ടിൽ നിന്നൊരു ജീവിക്കാനായി കഷ്ടപ്പെട്ടു പോയ രഞ്ജിത എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട നേഴ്സിനെ കുറിച്ച് അപവാദം പറഞ്ഞ ഇങ്ങനെ ഒരാളെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കരുതെന്നുള്ളൊരു നിർണായക നീക്കം സംസ്ഥാന സർക്കാർ എടുത്തു. ഇയാളെ സസ്പെൻഷൻ ചെയ്തിരിക്കുന്നു എന്ന് മാത്രമല്ല, കളക്ടർ മന്ത്രിക്ക് ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. റവന്യൂ വിഭാഗത്തിലാണല്ലോ ഡെപ്യൂട്ടി തഹസിൽദാർ വരുന്നത്. അയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നൊരു അപേക്ഷയും കൂടി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ സർക്കാരിനെ ബാധിക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാ പുഴുക്കുത്തുകളെയും മാറ്റുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച് നിർണായകമാണ്. വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ പോലും അതിവൈകാരികമായ ആളുകളെ സ്വാധീനിക്കാം. അതിന്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ ഇങ്ങനെ ഒരു കമന്റ് ഇടുന്ന ഒരാളെ ഒരിക്കലും പ്രൊട്ടക്ട് ചെയ്യില്ല. പക്ഷേ ഇതിൽ ഏറ്റവും നിർണായകമായത് ഇയാളൊരു CPI പ്രവർത്തകനാണ് ശരത്. അയാൾ വളരെ സ്വാധീനമുള്ളൊരു നേതാവ് കൂടിയായിരുന്നു. എന്തായാലും ഇന്ന് നമ്മൾ വാർത്താ ദിവസം തുടങ്ങിയത് തന്നെ ഇന്നത്തെ നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയത് തന്നെ ഇയാളുടെ പേര് പറഞ്ഞാണ്. നമ്മളപ്പോൾ തന്നെ പ്രതീക്ഷിച്ചിരുന്നതായിരുന്നു. നമ്മൾ അതിന് പിന്നാലെ നമ്മൾ പറഞ്ഞിരുന്നതുമാണ് ഉടൻ തന്നെ പണി വരും പവിത്രന് എന്ന്. അതുപോലെ തന്നെ പണി കിട്ടിയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇതിലൊന്നും ഒതുങ്ങുന്നതല്ല. ഇയാൾ ചെയ്ത പ്രവർത്തിക്ക് ഇതിലൊന്നുമല്ല ഒതുങ്ങേണ്ടത്. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് സത്യം പറഞ്ഞാൽ അയാളുടെ നല്ലതിനെ പറയുന്നത്, അല്ലെങ്കിൽ നാട്ടുകാരെടുത്ത് കൈവച്ചേനെ. അത്തരത്തിലുള്ള ഒരു പരാമർശമാണ് ഒരു സ്ത്രീക്കെതിരെ അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തിന്റെ മറ്റേ മതം പറഞ്ഞുള്ള അല്ലെങ്കിൽ ജാതി പറഞ്ഞുള്ള കാര്യമല്ല, ഒരു സ്ത്രീക്കെതിരെ അദ്ദേഹം നടത്തിയൊരു പരാമർശം. ഇവിടെ എന്തും വിളിച്ചു പറയാം, എന്തും തോന്നിയ പോലെ നടത്താം എന്നുള്ള രീതിയല്ല വേണ്ടത്. മാത്രമല്ല ഇതിൽ ഏറ്റവും ഞെട്ടിച്ചൊരു കാര്യം, അയാളൊരു തഹസിൽദാറാണ്, അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ നേതാവാണെന്നുള്ളൊരു ഹുങ്ക് അയാളുടെ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് കൃത്യമായി കാണണമെങ്കിൽ ഈ പവിത്രനെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക്, അതായത് പോലീസ് എത്തി അറസ്റ്റ് ചെയ്തപ്പോൾ അയാൾ നിൽക്കുന്ന ഒരു ബോഡി ലാംഗ്വേജ് കാണുക, ഇങ്ങനെ തലയുയർത്തി എന്തോ വലിയ വീരകൃത്യം ചെയ്ത പോലെയൊക്കെയാണ് നിൽക്കുന്നത്. പക്ഷെ എന്തായാലും സമൂഹം ഇത് വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. അതായത് ഇനി ഏറ്റവും കൂടുതൽ അറിയാൻ ഇത് ചെയ്യാൻ പോകുന്നത് നാണക്കേടാണ്. നാണക്കേട് എന്ന് പറയുമ്പോഴത്തേക്കും നാട്ടുകാരുടെ പരിഹാസം. നമുക്ക് ഇതിൽ ഇങ്ങനെയുള്ള ഒരാളൊരു മീഡിയ ആഘോഷിക്കുമ്പോൾ അയാൾക്ക് പിന്നീട് കിട്ടുന്ന ഒരു വരവേൽപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല ഇയാൾക്ക് ഒരു കുറ്റബോധം പോലും ഇല്ലായിരുന്നതാണ് മറ്റൊരു വിഷമിപ്പിക്കുന്ന കാര്യം. അതായത് ഇത്രയും പറഞ്ഞ് ഇത്രയും മാധ്യമങ്ങളെല്ലാം ആഘോഷിച്ചു ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും അയാൾ ഒരു ഉളുപ്പുമില്ലാതെ ഓഫീസിൽ കയറി എത്തുന്നു, യോഗം വിളിക്കുന്നു. ഇതിനിടയിലാണ് തഹസിൽദാർ വന്ന് ആ ഒരു പേപ്പർ എടുത്ത് കൊടുക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലായി സസ്പെൻഷൻ ഓർഡർ ആണെന്ന്. ഇതൊന്നും അയാൾക്കൊരു ബാധകമല്ല. അതായത് തനിക്ക് എന്തും വിളിച്ചു പറയാം. ഇവിടെ എല്ലാം തന്നെ പാർട്ടി അദ്ദേഹം ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടിയല്ല. നേരത്തെ കാസർഗോഡ് ചന്ദ്രശേഖരൻ, CPIയുടെ പ്രധാനപ്പെട്ട നേതാവ് ചന്ദ്രശേഖരൻ ഈ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടുണ്ട്. ഞാൻ ഈ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ഈ അമ്മാവൻ സിൻഡ്രോം ഉള്ള ഒരുപാട് ആളുകൾ ഫേസ്ബുക്കിലുണ്ട്. അവരിങ്ങനെ വന്നിരുന്ന് സ്ത്രീകളെ നിരന്തരം തെറിവിളിക്കുന്ന, കമന്റ് ബോക്സുകളിൽ ഇങ്ങനെ വെർബൽ റേപ്പിസം ഭയങ്കര ആഘോഷിച്ച് നടക്കുന്ന ഒരുപാട് സോക്കോൾഡ് അമ്മാവൻ ആങ്ങളമാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ പെട്ട ഒരാളാണ്. പക്ഷേ ഇയാൾ കുറച്ചുകൂടി പുറത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഇയാളുടെ പേര് പുറത്തേക്ക് വരുന്നത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി പറഞ്ഞതുകൊണ്ടാണ്. ഇതുപോലെ പറഞ്ഞ എത്ര ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ നാടിന്റെ സേവകനാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് PSCയിൽ ഒപ്പിട്ട് കൊടുത്ത് കയറുന്നത്. അപ്പം ഒപ്പിട്ട് കൊടുത്ത് കയറിയവന് എന്തായാലും ധാർമ്മികതയില്ല. അപ്പോൾ പിന്നെ സർക്കാർ എന്തായാലും പിടിച്ച് ഷട്ടിൽ തൂക്കി പിടിച്ച് പുറത്തേക്ക് എറിയും. പക്ഷേ സസ്പെൻഷൻ ആയിരുന്നില്ല കൊടുക്കേണ്ടിയിരുന്നത്. ഇങ്ങനെയുള്ള ആളുകൾക്ക് പാഠം പഠിപ്പിക്കാൻ. അയാൾക്കൊരു കുടുംബം ഉണ്ടായിരിക്കും, ഭാര്യ ഉണ്ടായിരിക്കും, കുട്ടികളൊക്കെ ഉണ്ടായിരിക്കാം. അവർക്ക് സാമ്പത്തികമായ പരാധീനതകൾ വരാം. ഇയാളുടെ ഫോട്ടോ പുറത്തായതോടെ അവർ നാട്ടിലൊക്കെ വിധത്തിൽ പരിഹാസം ഏൽക്കുന്നുണ്ടാവാം. പക്ഷേ ഇയാളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഒരു സ്ത്രീ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് വളരെ ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു കമന്റാണ്. ഞാനത് വായിച്ചപ്പോൾ അതൊരിക്കലും ഒരു പബ്ലിക്കായി പറയാൻ കൊള്ളില്ലാത്ത, സ്ത്രീകളെന്നാൽ കേവലം എന്താ പറയുക, വളരെ മോശപ്പെട്ട രീതിയിലാണ് ലൈംഗിക വീഴ്ചയ്ക്ക് വേണ്ടി നടക്കുന്ന സ്ത്രീകൾ എന്ന രീതിയിൽ ഒരു ഭാഷ രുചിയിലാണ് ആ കമന്റ് ചെയ്തത്. ഞാൻ പറഞ്ഞ ഭാഷ വളരെ നല്ല ഭാഷയിലാണ് ഞാനിത് പറഞ്ഞത്. അതിനേക്കാൾ മോശമായ തേർഡ് റേറ്റ് ലാംഗ്വേജിലാണ് എഴുതി വെച്ചിരുന്നത്. അങ്ങനെ ഒരാളെ ഈ സർവീസിൽ തുടരുക, കാര്യം സസ്പെൻഷൻ തന്നെ കേവലം 3 മാസമോ അങ്ങനെയൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു കാലയളവിലേക്ക് തിരിച്ചു വന്നാലും ഈ സ്വഭാവം മാറാൻ പോകുന്നില്ല. ഇയാളെ പോലെയുള്ളവരെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ അവരുടെ ഭാഷയിൽ ഫലിതമായിട്ട് തോന്നുന്നത് നമുക്ക് കൈയെടുത്ത് അടിച്ചു കൊടുക്കാൻ തോന്നുന്നതും ആയിട്ടുള്ള ഇത്തരം വാക്കുകളെ ആഘോഷിക്കാനുള്ള ആളുകളുണ്ട്. അതായത് ഇവിടെ പൊതുവേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾ ഇത്തരത്തിലുള്ള തമാശകൾ പറഞ്ഞ് അവരുടെ കയ്യിലെടുത്ത് ഇയാൾ എന്തോ ഒരു ഹീറോ ആവുന്നതായിരിക്കും വിചാരിച്ചായിരിക്കും ഇട്ടത്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. ഇവിടെ വേടൻ വരെ ജാതീയതയെ തീർച്ചിട്ട്
ഒരാളെ ചീത്ത വിളിക്കുന്നു, ഒരാൾ മറ്റേ സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു വേർതിരിടാം. അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഒരു സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നത് ഇവിടെ ഒരു വിഭാഗത്തെ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ അയ്യങ്കാളിയെ പോലെ ഒരു സാമൂഹിക ഹീറോ ആകും എന്നുള്ള രീതിയിലാണ് ഇവരൊക്കെ ഇത്തരം കാര്യങ്ങൾ പരാമർശം നടത്തുന്നത്. അതായത് എന്തും പറയാം. എന്നാൽ പ്രത്യേകം പറഞ്ഞാൽ കോട്ട് ചെയ്ത പരാമർശം തന്നെ അയാൾ വിചാരിച്ചു കാണും ഒരുപോലെ ഇപ്പൊ ഇനി കുറെ പേര് എന്നെ പിന്തുണയ്ക്കും, അത് ഇതായിരിക്കും. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ കണ്ടായിരുന്നു, ജാതിക്കാട് ഇറക്കിയവരൊക്കെ പൊളിഞ്ഞ് പണ്ടാരടങ്ങിയിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ആരോപണം കൊണ്ട് ഇയാൾ വന്നത്. സമൂഹം ഇപ്പോൾ നേരത്തെ പറയുന്നത് തന്നെ ഇത്തരത്തിലുള്ള കുറച്ച് പേര് നേരത്തെ പുഴുക്കുത്തുകൾ മാറ്റി നിർത്തിയാൽ കുറെ പേരുണ്ട് നമുക്ക് സപ്പോർട്ടായിട്ടുള്ള. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇത്. ഒന്ന് ചിന്തിക്കാൻ പോലും ചെയ്യാതെ തന്നെ പോലീസ് സടകുടങ്ങിയാണ് ഇന്ന് ഏറ്റവും ഉടൻ തന്നെ നടപടി എടുക്കാൻ കാരണവും. മാത്രമല്ല കേരളീയ സമൂഹം അയാളെ ഇപ്പോൾ തെറി വിളിച്ചു കൊണ്ടിരിക്കുന്നത്, പലരും സ്റ്റാറ്റസ് ആക്കി അയാളെ പറയാത്ത തെറിയില്ല, ആ രീതിയിൽ കൊണ്ടുകൊടുത്തിരിക്കും. മാത്രമല്ല അയാളെ സംബന്ധിച്ചിടത്തോളം ഇനി ഇയാൾക്ക് ഈ തല ഉയർത്തി ഇനി എനിക്ക് തോന്നുന്നില്ല ഒരിടത്തും പോയി നിൽക്കാൻ പറ്റുമെന്ന്. അത്തരത്തിലുള്ളൊരു ഇതാണ് ഈ ഒരു സ്റ്റാൻഡ്. നമ്മൾ ഒരു കാര്യം പറഞ്ഞു, നമ്മളൊരാളുടെ ഒരു മാന്യതയൊക്കെ മനസ്സിലാക്കുന്നത് പ്രവൃത്തിയിലൂടെയും അദ്ദേഹം പറയുന്ന വാക്കുകളിലൂടെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരാളെ എങ്ങനെയാണ് സ്വന്തം കുട്ടികൾ പോലും ഇനി അറപ്പോടെയല്ലേ നോക്കുകയുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ അയാൾക്ക് എങ്ങനെയാണ് മറ്റുള്ളൊരു സ്ത്രീ ഒബ്സർവ് ചെയ്യുന്നത്? അതിനകത്ത് കുറെ പേരൊക്കെ മറുപടിയായി പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ അമ്മയെ പോയി വിളിക്കൂ, ഭാര്യയെ പോയി വിളിക്കൂ. അങ്ങനെയല്ല തിരിച്ച് മറുപടി പറയേണ്ടത്. അമ്മയെയും ഭാര്യയും ഒക്കെ അറിയാവുന്ന ഒരാൾ എന്തായാലും ഇങ്ങനെ അതെ, സംസാരിക്കില്ല. അതുകൊണ്ട് വീട്ടിൽ പോയി വിളിക്കൂ എന്നല്ല പറയേണ്ടത്. ഞാൻ പറയുന്നത് ആദ്യം മുതൽ എഴുതി ആ എന്നാൽ അമ്മ എന്ന് എഴുതി പഠിപ്പിക്കണം എന്ന് ഞാൻ പറയുന്നത്. അത് അതായത് ഇവർ ലേൺ ചെയ്തു വന്നൊരു സമൂഹത്തിൽ നിന്ന് ഞാൻ പറയുന്നത്, ഈ കുറെ അമ്മാവൻ ഈ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളെ എന്തുകൊണ്ടാണ് ന്യൂജൻ പിള്ളേരൊക്കെ വസന്തങ്ങൾ ഫേസ്ബുക്ക് എന്നൊക്കെ പറയും. വസന്തകൾ എന്ന് വിളിക്കുന്നത് എന്നാണ് ഇങ്ങനെയാണ് മനസ്സിലാവുന്നത്. വെറുതെ ഒരു ആവശ്യവുമില്ല. ഇയാൾക്ക് എന്ത് ബന്ധമുണ്ട് രഞ്ജിതയോട്? ഇയാൾക്ക് എന്ത് അധികാരമുണ്ട് ആ സ്ത്രീനെ കടന്ന് ആക്രമിക്കാൻ, വെർബൽ റേപ്പ് ചെയ്യാൻ? എന്ത് അധികാരം, എന്ത് റോളാണുള്ളത്? തന്റെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആരെ എന്തും വിളിച്ച് പറയാം എന്നുള്ള ലൈസൻസ് ഉണ്ടെന്ന് വിചാരിച്ചാൽ ഇവരെ പോലുള്ള അമ്മാവൻ സിൻഡ്രോം ബാധിച്ച എല്ലാവരെയും ഒക്കെ ഉള്ള ഇതില് താക്കീത് തന്നെയാണ്. ഇയാള് മാത്രമല്ല ഇതിനകത്ത് നമ്മൾ കണ്ടതാണ്. ഇയാള് തന്നെയാണെന്ന് തോന്നുന്നു പൈലറ്റിനെ വരെ മറ്റേ വിമാനം ഓടിക്കാൻ പഠിപ്പിക്കുന്ന തരത്തിലാണ്. അതായത് ഓട്ടോറിക്ഷ ഓടിക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത ആളാണ് പൈലറ്റ്. അങ്ങനെയൊക്കെയാണ് ഇയാൾ പറഞ്ഞത്. ഇവർക്ക് എന്തറിയും? ഞാൻ ഒരു കാര്യം പറയട്ടെ, നേരെ ചെയ്യുമ്പോൾ ഒരു സൈക്കിൾ പോലും ചവിട്ട അറിഞ്ഞുകൂടാത്തവന്മാരായിരിക്കും ഈ ഡയലോഗ് അടിക്കുന്നത്. അതെ, ഒന്ന് മനസ്സിലാക്കേണ്ടത് മൈന്യൂട്ടായിട്ടൊരു പ്രശ്നം മതി എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ടെക്നിക്കൽ എറർ മതി ഇത്രയും വലിയത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ നേരത്തെ പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് കേമന്മാരാണ്, കേമത്തികളാണെന്ന് പറയാൻ വേണ്ടി വരുന്ന ഒരു പഴയ ഞാൻ അത് ഇപ്പോഴും ഞാൻ പറയുന്ന കാര്യം, പല ന്യൂജൻസും നേരത്തെ മനുഷ്യർ പറഞ്ഞു ഇതുകൊണ്ടൊക്കെയാണ് വെറുക്കുന്നത്. ഒന്നോ രണ്ടോ ആൾക്കാർ പറയുന്നത് കാരണം ആ സമൂഹം തന്നെ ഇപ്പൊ എയ്റ്റീസ് എന്ന് പറഞ്ഞ ആളുകളെ അല്ലെങ്കിൽ 70s ആൾക്കാരെ എന്തുകൊണ്ട് ഈ പുതിയ പിള്ളേർ പുച്ഛിക്കുന്നു എന്നതിന് ഉദാഹരണം കൂടിയാണ്. രാവിലെ ആകുമ്പോൾ ഗുഡ് മോർണിംഗ് മെസ്സേജ് തുടങ്ങി ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ആൾക്കാരെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും പിള്ളേർ തെറി പറഞ്ഞെങ്കിലേ അത്ഭുതമല്ല. ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് നേരിട്ട് കാണുകയാണ് അവര് അടിച്ച് ചെള്ള തിരിച്ചു കളയും ഇവരുടെയൊക്കെ, അങ്ങനെ തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഇനി പഠിക്കേണ്ടതുണ്ട്. ഇയാളുടെ ഈ പോലീസ് എടുക്കുന്ന നടപടി അല്ലെങ്കിൽ ഇയാൾക്കെതിരെ എടുക്കുന്ന ഓരോ നടപടിയും ഓരോരുത്തർ ഓർമ്മപ്പെടുത്തലുകളാണ്. ഇനി ഒരു പ്രാവശ്യം ടൈപ്പ് ചെയ്യാൻ വേണ്ടി കൈ ഉയരുമ്പോൾ ഇത് ഓർക്കണം, ഇയാൾക്കെതിരെ നടപടിയുണ്ട്. സോഷ്യൽ മീഡിയയിൽ പോലും അതല്ല, നമ്മുടെ നികുതി പണത്തിൽ നിന്നാണ് ഇവനൊക്കെ സാലറി കൊടുക്കുന്നത്. കൊടുക്കാൻ പാടില്ല. സസ്പെൻഷൻ കാലഘട്ടത്തിൽ സാലറി കട്ട് ചെയ്ത സസ്പെൻഷൻ ആയിരിക്കണം. മാത്രമല്ല തിരിച്ചു കയറി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള സാമൂഹിക ദ്രോഹികൾ നമ്മുടെ ചെലവിൽ അങ്ങനെ വിലസേണ്ട ആവശ്യമൊന്നുമില്ല. പ്രത്യേകിച്ച് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വെള്ളാനകളുടെ കൂടാരം. അല്ല, ഇയാൾ നടക്കാൻ പോകുന്ന സ്വാഭാവികമായിട്ട് ഒരു സസ്പെൻഷൻ ഒരു പാർട്ടിയുടെ പിൻബലം ഉള്ളത് കൊണ്ട് തന്നെ ഇയാൾ സുഖമായിട്ട് കിടക്കും. ഈ വാർത്തയും ഇതോ കേസും കൂട്ടവും ഒക്കെ ഒരു സമയം കഴിയുമ്പോൾ ആളുകൾ മറക്കും. ഇയാളെ പോലുള്ളവന്മാരെ സംരക്ഷിക്കാൻ പറ്റും. കാരണം പാർട്ടിക്ക് എപ്പോഴും അവരുടെ ജീവനക്കാർ, പാർട്ടിക്ക് വേണ്ടി ചാകേണ്ടവർ അവരൊക്കെ വേണമെന്നുണ്ടല്ലോ. അപ്പൊ ഇയാളെ പോലുള്ളവർക്ക് എന്തും ചെയ്യാൻ, ഏത് രീതിയിലും തരം താഴാൻ പറ്റുമെന്ന് തോന്നുന്നു. പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഒരാളായിരിക്കും. അപ്പോൾ ആ രീതിയിൽ പോകുമ്പോഴത്തേക്കും പാർട്ടി എന്നാലും കൈവിടില്ല. അയാൾ വീണ്ടും ഉന്നതങ്ങളിൽ തന്നെ എത്തും. പക്ഷേ മനുഷ്യനെ തിരിച്ചറിയേണ്ടത് ഇങ്ങനെയാണ്. ഇയാൾ ഇങ്ങനെയാണ്, ഇവനെ ഒന്നും വീട്ടിൽ കയറ്റാൻ പോലും കൊള്ളില്ല എന്ന് ഇതിലൂടെയൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് നീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്.